ജില്ലയുടെ അധ്യക്ഷൻ ശ്രീമാൻ ബിനോയ് ജില്ലാ പ്രസിഡന്റായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് മറ്റു പ്രസ്ഥാനങ്ങളിൽ എത്രയോ വർഷമായിട്ട് പ്രവർത്തിച്ച് ചുമതലക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ചുമതലകൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കുറച്ചു പേർ വന്നിരിക്കുകയാണ്. പാർട്ടിയുടെ സംഘടനാ മിഷനറി അത് പ്രവർത്തന സജ്ജമാക്കാൻ വീണ്ടും പോകുന്നതേയുള്ളൂ. കാരണം കുറച്ച് ചുമതലകളിൽ പുതിയ പുതിയ ആളുകൾ വരുന്നു. ആ വരുന്ന ആളുകൾക്ക് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ ജില്ലയുടെ അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നതേയുള്ളൂ. കാരണം അദ്ദേഹം വന്ന് ആലപ്പുഴ ജില്ലാ സംഘടനാ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വിഭജിച്ചിട്ടുള്ളത് 2 ജില്ലയുടെ അധ്യക്ഷന്മാർ എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു ഭാഗം നോക്കുന്നു, ശ്രീ അഡ്വക്കേറ്റ് ബിനോയ് ഇവിടെ നോക്കുകയാണ്, സന്ദീപ് വചസ്പതിയാണ് മറുഭാഗത്തുള്ള ജില്ലയുടെ അധ്യക്ഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ആലപ്പുഴ ജില്ല ഇത്തരത്തിൽ ഒരു സംഘടനാ മെഷീനറിയിലൂടെ കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ, നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന് ചില ആളുകളൊക്കെ ധരിച്ചിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. എന്നാൽ ആ പാർട്ടിക്ക് കേരളത്തിലും മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ സാധിക്കണം എന്ന് ആരാധനായിട്ടുള്ള അമിത്ഷാജിയുടെ, നമ്മുടെ ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജിയുടെ, പാർട്ടിയുടെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ നദ്ദാജി ഉൾപ്പെടെയുള്ള ആളുകളുടെ താല്പര്യാർത്ഥം നമുക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ വ്യക്തികൾ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് അത്തരത്തിൽ 14 ജില്ലാ പ്രസിഡന്റുമാർ ഇരുന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് 30 ജില്ലാ അധ്യക്ഷന്മാർ, അതിൽ 4 സ്ത്രീകൾ കേരളത്തിൽ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് ഉൾപ്പെടെ 30 പേരുടെ നേതൃത്വത്തിൽ ഈ കേരളം മുന്നോട്ട് പോവുകയാണ്. അതിന് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിനോയ് ഈ പ്രദേശത്തിന്റെ ജില്ലയുടെ അമരക്കാരനായിട്ട് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ കാലഘട്ടം വരെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എത്ര കണ്ടുണ്ടായിരുന്നു എന്ന് പരിശോധിക്കാനുള്ള സമയമോ സന്ദർഭമോ ആർക്കുണ്ടായിരുന്നില്ല. ആരാധനായിട്ടുള്ള അമിത്ഷാജിക്ക് അത്ര കണ്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് കാൽ വയ്ക്കുകയും അങ്ങനെ തമിഴ്നാട് വന്ന് ആദ്യത്തെ പ്രസംഗം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസമാണ്. നിങ്ങൾ ഓരോരുത്തരും ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് കേട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. സ്റ്റാലിൻ എന്താണ് തമിഴ്നാട്ടിൽ ചെയ്യുന്നത് എന്ന് നല്ല ബോധ്യമുണ്ട് എന്ന് അമിത്ഷാജി ആ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യതയോട് കൂടിയിട്ട് മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതിന്റെ മൂവ്മെന്റുകൾ കേരളത്തിൽ ഉണ്ടാകും. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഞാനും നിങ്ങളും എല്ലാം വളരെയേറെ ദുഃഖിക്കുകയാണ്. എന്താണ് ഈ സമൂഹത്തിന്റെ സ്ഥിതി? എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ 5 കൊലപാതകങ്ങൾ ചെയ്യുന്നു. മനുഷ്യനെ പച്ചയ്ക്ക് ഇഞ്ചിഞ്ചായി കൊല്ലാൻ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ജനങ്ങളെ, അതായത് നോക്കി വളർത്തി വലുതാക്കിയ ഉമ്മയെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെയും ഒരറപ്പുമില്ലാതെ ഒരു മടിയുമില്ലാതെ കൊലപ്പെടുത്താം. അങ്ങനെ കൊലപ്പെടുത്തിയാലും കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള അവന്റെ ഉപബോധ മണ്ഡലത്തിലെ ചിന്ത, ആ ചിന്തയുടെ റിസൾട്ടാണ് അവനെ പോലെയുള്ള കൊലപാതകികളെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനെ അവന്റെ തന്നെ പ്രായത്തിൽപ്പെട്ട കുട്ടികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്ത് അവന്റെ കുടുംബാംഗങ്ങളും അവന്റെ സുഹൃത്തുക്കളും ഈ കേരളം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്ക് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. എവിടെ എത്തി കേരളം?
ഇതായിരുന്നോ ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ട കേരളം? ഇതായിരുന്നോ ഈ കേരളത്തിൽ നമ്മുടെ നവോത്ഥാന നായകന്മാർ, സാംസ്കാരിക നായകന്മാർ ഈ കേരളത്തെ വളർത്താൻ വേണ്ടി, കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി ആദ്യ കാലഘട്ടം മുതൽ കൈരളി ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് തങ്ങളുടെ സർവസ്വവും ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടാണോ? എന്താണ് കേരളത്തിന്റെ സ്ഥിതി? കൊള്ള, കൊലപാതകം, അക്രമം, മയക്കുമരുന്ന്, ഇതല്ലേ കേരളത്തിൽ നിന്ന് കാണുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരു ദിവസം പോലും ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും ഈ പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ കുത്തഴിഞ്ഞു പോയത്. ചോദ്യം ചെയ്യാൻ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു. പാർട്ടി യോഗം വിളിക്കും, ലോക്കൽ കമ്മിറ്റി യോഗം ചേരും, അത് കഴിഞ്ഞാൽ മുകളിലെ മുഴുവൻ മേൽക്കമ്മിറ്റികളിലും യോഗം വിളിക്കും, പോളിറ്റ് ബ്യൂറോ വരെ അത് പോകും. ഒരു നേതാവ് തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യാൻ, പാർട്ടി കമ്മിറ്റിയിൽ അച്ചടക്കലംഘനം നടത്തിയാൽ ആ അച്ചടക്കലംഘനത്തെ ചോദ്യം ചെയ്യാൻ, പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് തെറ്റുപറ്റിയാൽ അയാളെ പദവിയിൽ നിന്ന് മാറ്റാനെല്ലാം ആർജവമുള്ള ആളുകൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പണ്ട് പറയും, കണ്ണൂരിൽ നിന്ന് AK ഗോപാലൻ ട്രെയിനിൽ യാത്ര തുടങ്ങിയാൽ, ശ്രീമാൻ AK ഗോപാലൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ റോഡിൽ എവിടെയെങ്കിലും പാവപ്പെട്ട മനുഷ്യർ അവർക്ക് ജീവിക്കാനായി ആവശ്യമായിട്ടുള്ള പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരം അവർ നടത്തുന്നുണ്ടെങ്കിൽ ആ സമരം സഖാക്കന്മാരാണോ കോൺഗ്രസുകാരാണോ നടത്തുന്നത് എന്ന് നോക്കാതെ സഖാവ് ആ തീവണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സമരം നടത്തി മുന്നോട്ട് പോകുന്നവന്റെ കൂടെ നിന്ന് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന നേതാവായിരുന്നു പഴയകാല AK ഗോപാലൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി പല സ്ഥലത്തും അത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നത്തെ പിണറായി വിജയൻ കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴും തല കുനിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നു. സർക്കാർ സ്കൂളുകളുടെ മുന്നിൽ മയക്കുമരുന്ന് കിട്ടുന്നു. ഇപ്പൊ തീവ്രമായിട്ട് അന്വേഷണം നടത്തിയാണ്. MP രാജേഷ് പറയുകയാണ്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തപ്പോ എത്രയോ കേസുകൾ ഞങ്ങൾ തെളിയിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പൊ കേസ് തെളിയിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ കേസ് തെളിയിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ 318% മയക്കുമരുന്ന് കച്ചവടം വർദ്ധിച്ച ഒരു സംസ്ഥാനമാണ് ഈ കേരളത്തിൽ. പിണറായി വിജയൻ പോലീസിന്റെ കസേര കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സാംസ്കാരിക കേരളം എന്നുള്ളത് നാണക്കേടല്ലേ? ഇങ്ങനെയാണോ കമ്മ്യൂണിസം? ഇതാണോ നിങ്ങളുടെ പാർട്ടി പഠിപ്പിച്ചിട്ടുള്ളത്? ആരാണ് മയക്കുമരുന്ന് കച്ചവടക്കാർ? ആരാണ് കേരളത്തിൽ ഈ മയക്കുമരുന്ന് ലോബിയെ നിയന്ത്രിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ കേരളത്തിന്റെ DGP എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. കേരളത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന DGPയുടെ പണി എന്താണ്? ഇപ്പൊ കുറെ ആളുകളെ പിടിച്ചു, കുറെ ആളുകളെ കസ്റ്റഡിയിലെടുത്തു. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കേരളത്തിലെ അമ്മമാർക്ക് മനസ്സിലായിട്ടുണ്ട്, കേരളത്തിലെ അധ്യാപികമാർക്ക് മനസ്സിലായിട്ടുണ്ട്, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, കേരളത്തിലെ കർഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന ചില കേന്ദ്രമന്മാരാണ് ഈ മയക്കുമരുന്ന് ലോബിയുമായി കൈ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ആ ചേർത്ത് പിടിച്ച കയ്യിൽ ചങ്ങലപ്പൂട്ടിടാൻ ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് NDAയുടെ നേതൃത്വത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. അതിനുള്ള പരിശ്രമം, അതിനുള്ള യുദ്ധം, അതിനുള്ള പ്രഖ്യാപനം, അതിനുള്ള പ്രവർത്തനം, അതിനുള്ള മീറ്റിംഗുകൾ, അതിന്റെ ആകത്തുകയാണ് വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ ബൂത്ത് തലത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിമാരും ചെയ്യേണ്ടത്. ആ പ്രസിഡന്റും സെക്രട്ടറിയും കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് പേപ്പർ എടുത്ത് പരിശോധിച്ച് കേരളത്തിൽ കൃത്യമായി പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പാർട്ടിയുടെ മുതിർന്ന ആളുകൾ ഈ സൗത്ത് ഇന്ത്യയെ, തമിഴ്നാടിനെ, ആന്ധ്രയെ, കർണാടകയെ, തെലങ്കാനയെ, അതുപോലെ തന്നെ കേരളത്തെ നിരീക്ഷിക്കാനുള്ള
സംഘടിത ശേഷിയുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ മുന്നൊരുക്കം നമ്മുടെ നാട്ടിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിവില്ലാത്തത് കൊണ്ടല്ല കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചവരും ഇലക്ഷനിൽ മത്സരിച്ചവരും എത്താത്തത്. എന്താ കാരണം? കാരണം എന്താണെന്നറിയുമോ? ഇടതുപക്ഷക്കാരന് BJP MLA ആകും എന്ന് തോന്നിയാൽ, ഇടതുപക്ഷക്കാരന് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വലതുപക്ഷക്കാരന് വോട്ട് മറിച്ചു കൊടുത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാവി MLA-മാരെ ഇല്ലായ്മ ചെയ്ത സംസ്ഥാനമാണ് ഈ കേരളം. കഴിഞ്ഞ തവണ 7 പേർ രണ്ടാം സ്ഥാനത്ത് വന്നു. 7 പേർ അകത്തു പോകുമായിരുന്നു. ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും UDF-ഉം LDF-ഉം നിങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നിങ്ങൾ ഒന്നായി, നിങ്ങൾ പിണറായി വിജയന്റെ മൂക്കിന്റെ തുമ്പ് ഉയർത്താൻ ടവലെടുത്ത് തുറച്ചു കൊടുക്കുന്ന ഒരു VD സതീശൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രി നന്നാവുക? മുഖ്യമന്ത്രിക്ക് ക്ഷീണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ നോക്കുന്ന കലാപരിപാടിയും പണിയുമാണ്, ജോലിയുമാണ് UDF-ന്റെ തലപ്പത്തിരിക്കുന്ന VD സതീശനുള്ളത്. ഈ കേരളത്തിൽ നമ്മുടെ അടുത്ത തലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന്റെ കലാലയമുറ്റത്തേക്ക് മയക്കുമരുന്ന് ലോബികൾ എത്തുമ്പോ 5 വയസ്സുള്ള കുട്ടി മിഠായി കഴിച്ച് ബോധരഹിതയായി വീടിനകത്ത് കിടക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിട്ടും എന്തേ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പണി എന്താണ്? നിങ്ങളല്ലേ കേരള നിയമസഭയിലെ പ്രതിപക്ഷം? നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചില്ലേ? ജനങ്ങൾ ജയിപ്പിച്ച VD സതീശൻ പാർട്ടിക്കാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിയമസഭയ്ക്കകത്ത് എന്തുകൊണ്ടാണ് പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ സൃഷ്ടിക്കാത്തത്? എന്താ കാരണം? കാരണം നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. നിങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നാണ്. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ആളുകളാണ്. KC വേണുഗോപാൽ ഇന്ത്യ മുന്നണിയുടെ അഖിലേന്ത്യാ നേതാവാണെങ്കിൽ സ്റ്റാലിൻ ഉറയിലിട്ട വാൾ ഊരിയെടുക്കുമ്പോ അടുത്ത് ചെന്ന് നിന്ന് ആ ഉറയിൽ നിന്ന് വാൾ ഊരുമ്പോ അത് നോക്കി ചിരിച്ചു നിന്ന ആളാണ് പിണറായി വിജയൻ. ഇപ്പൊ പിണറായി വിജയനും സ്റ്റാലിനും KC വേണുഗോപാലും മമതാ ദീദിയും അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവും ഇവരെല്ലാം തന്നെ ഒന്നാണ്. അതുകൊണ്ടാണ് 7 പേരെ നിങ്ങൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിർത്തിയത്. ഞങ്ങളുടെ സഹോദരന്മാരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാരാകേണ്ടിയിരുന്നവരെ 5 വർഷം മുമ്പ് വീണ്ടും നിങ്ങൾ രണ്ടാം സ്ഥാനത്ത് നിർത്തി. അതേ 7 പേർ 10 വർഷക്കാലത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള 7 പേരുടെ വാക്കുകൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേൾക്കാതിരിക്കണം എന്ന് തീരുമാനമെടുത്തത് ഇവിടുത്തെ UDF-ഉം ഇവിടുത്തെ LDF-ഉം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. എന്ത് ഗുണമാണ് കേരളത്തിനുണ്ടായത്? എന്ത് ഗുണമാണ് ഉണ്ടായത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ അവരുടെ ജീവിത സാഹചര്യം തകർന്നുകൊണ്ടിരിക്കുന്നു. ആ ജീവിത സാഹചര്യം തകർന്നുകൊണ്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന്റെ ലഹരിയിൽ നീരാളിപ്പിടുത്തം പോലെ അവർ അകപ്പെടുമ്പോ പ്രതിമയുടെ മകനെ രക്ഷപ്പെടുത്തി. പ്രതിമയുടെ മകൻ ഈ ലഹരി കേസിൽ കുടുങ്ങിയപ്പോ അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, ആ ചെറുപ്പക്കാരനെ ലഹരി മാഫിയയുടെ കെണിയിലേക്ക് അകപ്പെടുത്തിയതിന് ഈ സമൂഹത്തിന്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ സത്യസന്ധനാണ് എന്നല്ല, ആ ചെറുപ്പക്കാരനെ ഇത്തരമൊരു മാഫിയ അകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് തന്റെ കയ്യിലുള്ള MLA സ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹോം മിനിസ്റ്റർ കസേരയിൽ ഇരിക്കുന്ന, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സഹായത്തോട് കൂടിയിട്ട് തന്റെ മകൻ രക്ഷപ്പെട്ടു. എന്നാൽ കേരളത്തിലെ നിങ്ങളാണ് ആരാ ജയിലിൽ പോയത്? മയക്കുമരുന്ന് കച്ചവടത്തിനാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിനകത്ത് കിടന്നത്. ഒരു പാർട്ടിയുടെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റിൽ ഇരുന്ന ഒരു മനുഷ്യന്റെ മകൻ ഇത്തരത്തിലുള്ള ഒരു കച്ചവടത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തു. എത്രയോ പ്രദേശങ്ങളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. ഇപ്പോ പോലീസ് ഏമാന്മാര് പറഞ്ഞിട്ടുണ്ട്, മയക്കുമരുന്ന് കച്ചവടക്കാരെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ ഈ തൊപ്പി തലയിൽ വെച്ച് ഞങ്ങളുടെ ശമ്പളം എണ്ണി വാങ്ങിയിട്ട് നിങ്ങൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നത്? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കറിയാം
ആരാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്? പോലീസിലെ ഒരു വിഭാഗം വരുന്ന ആളുകളും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം വരുന്ന നേതാക്കന്മാരും ഈ കേരളത്തിലെ ഭീകരവാദ സംഘടനയിലെ അതിൽ പ്രവർത്തിക്കുന്നവരും ചേർന്ന് കേരളത്തിലെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഈ മയക്കുമരുന്ന് ലോബിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ മാറ്റം ഉണ്ടാകാൻ ലഹരി വിമുക്ത പഞ്ചായത്തും ലഹരി വിമുക്ത മുനിസിപ്പാലിറ്റിയും ലഹരി വിമുക്ത കേരളത്തെയും സൃഷ്ടിക്കാൻ മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനം അതാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അച്ഛനെ കൊല്ലുന്ന മകനെ വേണോ നമുക്ക്? അമ്മയെ കൊല്ലുന്ന മകളെ വേണോ നമുക്ക് കേരളത്തിന്റെ മണ്ണിൽ? ഇതായിരുന്നില്ല നമ്മുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മാതൃദേവോഭവ, പിതൃദേവോഭവ, അതിഥിദേവോഭവ, ആചാര്യദേവോഭവ എന്നുള്ള ആ വാക്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അച്ഛനെയും അമ്മയെയും ഗുരുനാഥനെയും വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയെയും തിഥി നോക്കാതെ തീയതി നോക്കാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തിയെയും ഒക്കെ ഈശ്വരനായി പൂജിക്കുന്നവരുടെ നാടായിരുന്നു നമ്മുടെ നാട് കേരളം. അങ്ങനെയുള്ള ഈ കേരളത്തിലെ പോലീസ് അധികാരികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് അധികാരികളായിരുന്നു. അവർക്ക് കേസുകൾ തെളിയിക്കാൻ അറിയാം, അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം. എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോ പോലീസിന്റെ കയ്യിൽ തന്നെ കൈവിലങ്ങണിയിച്ചുകൊണ്ട് പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടുകമാക്കി ഇവിടുത്തെ ഒരു വിഭാഗം വരുന്ന പോലീസ് അധികാരികളെ മാറ്റിയത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും ഓരോ ദിവസവും പത്രം വായിക്കുന്ന സമയത്ത് ഈ ദാരുണമായിട്ടുള്ള ദൃശ്യങ്ങൾ അനുഭവിക്കുന്നത്. ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാകണം. നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജയിച്ച് അധികാരത്തിലിരുന്ന് ജനങ്ങളെ കാർന്ന് തിന്നുക എന്നുള്ളതല്ല. ജയിച്ച് അധികാരത്തിലിരുന്ന് ഒരു സാംസ്കാരിക കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ സാംസ്കാരിക കേരളത്തെ സൃഷ്ടിക്കാൻ ജനങ്ങളുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നതും ചോദിക്കാത്തതും കൊടുക്കുന്ന മന്ത്രിമാരാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത്. 3 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ വന്ന് പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന മന്ത്രിയും നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മന്ത്രിയും ചേർന്ന് 3 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിച്ചു തിരിച്ചു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആശാ വർക്കർമാർ, തിരുവനന്തപുരത്ത് അമ്മമാർ, പാവപ്പെട്ട സ്ത്രീകൾ, അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുകയാണ്. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില സഖാക്കന്മാര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, യോഗി ആദിത്യനാഥിന്റെ നാട്ടില് എത്ര രൂപയാണ് ആശാ വർക്കർമാർക്ക് ശമ്പളം? നാണമുണ്ടോ ഇവർക്ക്? 65 കോടിയോളം വരുന്ന ജനങ്ങൾ കുംഭമേളയിൽ വന്ന് കുളിച്ചു തിരിച്ചു പോയിട്ട് ആ നാടിനെ സംശുദ്ധീകരിച്ചുകൊണ്ട്, അതായത് ലോകം ഉറ്റുനോക്കിയ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥിന്റെ നാടിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാനുള്ള യോഗ്യത ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ടോ? നമുക്ക് നമ്മൾ കണ്ട് മനസ്സിലാക്കി. ഞാൻ പോയിരുന്നു, പല SFIക്കാരും അവിടെ സന്യാസിമാരായി. കുംഭമേള കാണാൻ പോയ പല പ്രഗത്ഭവതികളായിട്ടുള്ള സ്ത്രീകളും അവരുടെ SFIയുടെ അഖിലേന്ത്യാ നേതാവ് വരെ സന്യാസിനിയായി കാവി പുതച്ചു നിൽക്കുന്ന കാഴ്ച ഉത്തർപ്രദേശിൽ നിന്ന് കാണാൻ സാധിച്ചു. സുധാകരൻ സാറ് പോയി എന്നാണ് പറയുന്നത്. ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അല്ലെങ്കിലും രാമായണം വായിക്കലാണല്ലോ സുധാകരൻ സാറിന്റെ ഇഷ്ടങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 65 കോടിയോളം വരുന്ന ജനങ്ങൾ ആ ഉത്തർപ്രദേശിന്റെ മണ്ണിലേക്ക് അവിടേക്ക് വന്ന് അവിടെ ഈ പുണ്യമായിട്ടുള്ള കർമ്മത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോ പിണറായി വിജയൻ ബസ്സില് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പോയതുപോലെയല്ല. യോഗി ആദിത്യനാഥ് അവസാന ദിവസം, ശിവരാത്രി ദിവസം അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വരികയും സന്ദർശനം നടത്തുകയും ജോലിക്കാരുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളെ കുറിച്ച് നോക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ആ യോഗിജി താഴെ മണ്ണിലിരുന്ന് ജോലി ചെയ്ത മനുഷ്യരോടൊപ്പം ഇരുന്ന് അവർക്കും ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് ആ പണിയെടുത്തവന്റെ ശമ്പളം വർദ്ധിപ്പിച്ച്, അത് പ്രഖ്യാപനം മാത്രമല്ല, അടുത്ത മാസം മുതൽ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്നുള്ള തീരുമാനമെടുത്ത് മിനിറ്റ്സ് ബുക്കിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ്
ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. അവിടെ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന ഈ കൃത്യം ചെയ്യുന്നവർക്ക് 13,000 രൂപയാണ് അവിടെ അവർക്ക് കിട്ടുന്നത്. ഒരു മാസത്തെ കുടിശ്ശികയില്ല. എന്നാൽ സഖാക്കന്മാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അവർ എഴുതിയിട്ടിരിക്കുന്നത് യോഗിയുടെ നാട്ടിൽ 1300 കിട്ടുന്നുള്ളൂ. പിന്നെയാണോ കേരളത്തെ കുറ്റം പറയുന്നത് എന്നാണ്. പൂജ്യത്തിന്റെ കണക്ക് മാർക്സിസ്റ്റുകാർക്ക് അറിയില്ല. കാരണം അവർ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലന് 400 കോടിയും 40 കോടിയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. എളവരം കരീം എന്ന് പറയുന്ന CITUവിന്റെ ലീഡർക്ക് ആശാ വർക്കേഴ്സിന് കൊടുത്ത 938 കോടി രൂപയുടെ കണക്കറിയില്ല. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ 100 കോടി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. 938 കോടി രൂപ ആശാ വർക്കേഴ്സിന് അവരുടെ ജോലിക്ക് ശമ്പളമായി കൊടുത്തത് വകമാറി ചെലവഴിക്കാൻ പ്ലാൻ ഇട്ടുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി മുന്നോട്ട് പോകുന്നത്. ഇവർക്കൊന്നിനും ഒരു കുറവില്ല. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് കേരളത്തിനേക്കാളും 5 ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള സ്ഥലമാണ്. ആ ഉത്തർപ്രദേശില് PSC മെമ്പർമാരുടെ എണ്ണം 6 ആണ്. ഈ പടവലങ്ങയുടെ വലിപ്പം മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളം ഉണ്ടല്ലോ, കേരളത്തിലെ PSC മെമ്പർമാർ എന്തിനു വേണ്ടിയിട്ടാണ്? ജയരാജന്റെ ഭാര്യയ്ക്ക് ജോലി, രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി, MP രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി, പിന്നെ എത്ര നേതാക്കന്മാരുണ്ടോ അവരുടെ ഭാര്യമാർക്കെല്ലാം വലിയ ജോലി, പിൻവാതിൽ നിയമനം, നോക്കുകുത്തിയായിട്ടിരിക്കാൻ വേണ്ടി PSCയുടെ ചെയർമാന് 3.5 ലക്ഷം രൂപ ശമ്പളം പ്രഖ്യാപിച്ച നാടാണ് കേരളം. 3.5 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം പ്രഖ്യാപിച്ചിട്ട് തിരിഞ്ഞു നിന്ന് പാവപ്പെട്ട ആശാ വർക്കേഴ്സ് ആയിട്ടുള്ള അമ്മമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തിനാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു മാന്യതയുമില്ലാത്ത ഭരണകൂടമാണ് ഇന്ന് കേരളത്തിന്റെ വടിത്തട്ടിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ എത്ര പൈസ വേണം? എവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയില്ലേ? കുട്ടികളെ പഠിപ്പിക്കണം, അവർക്ക് മരുന്ന് വാങ്ങണം, അവരുടെ ജീവിത ചെലവുണ്ട്, നിത്യോപയോഗ വസ്തുക്കളുടെ മുഴുവൻ വില വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള ഈ കേരളത്തിൽ നിങ്ങൾ കുറച്ചു പൈസ കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് തീരുമാനമെടുക്കുകയും അപ്പുറത്ത് PSC ചെയർമാന് ഗവർണറുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ ശമ്പളം പ്രഖ്യാപിച്ചു കൊടുക്കുകയും PSCയിലെ മെമ്പർമാർ 20-ലധികം വരുന്ന മെമ്പർമാരെ പടവലങ്ങയുടെ വലിപ്പമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ UPയിൽ 6 പേരും ഇവിടെ 21 പേരും ശമ്പളം പറ്റുകയാണ്. ഈ നാട്ടിലാണ് പാവപ്പെട്ട സർവ്വസാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൽ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ച ആളുകൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആലപ്പുഴയുടെ നിയോജക മണ്ഡലത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കണം എന്ന് തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും ഈ ആലപ്പുഴയുടെ മാറ്റത്തിന് അത് കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരു നല്ല വേദിയിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജില്ലയുടെ അധ്യക്ഷനും അമരക്കാരും എല്ലാവരും ഇരിക്കുന്ന ഈ വേദിയിൽ എത്തിച്ചേർന്നതിന് ഞാനും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവരുടെ പേരും ചുമതലയും ഒന്നും ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 2-4 പേരുടെ പേര് ഞാൻ പറയാം. ഇവിടെ കോൺഗ്രസിന്റെ തന്നെ മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സനിൽ കുമാർ പ്രസ്ഥാനത്തിനകത്തേക്ക് BJPയിലേക്ക് കടന്നു വരികയാണ്. സണ്ണി ജോസഫ്, അദ്ദേഹം കോൺഗ്രസിന്റെ മാരാരിപ്പുറം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ KP ജോസഫ് ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ ആര്യാട് മണ്ഡലത്തിന്റെ മറ്റൊരു വൈസ് പ്രസിഡന്റ് ആണ്. സജി കുമാർ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ഉണ്ട്. ഇവരുൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരികയാണ്. അവരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഓരോ ബൂത്ത് തലത്തിലെ പ്രവർത്തനത്തെയും ശുഷ്കാന്തിയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും രാജ്യം മാറുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്നതിന്റെ ഏറ്റവും വലിയ സൂചകമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. നമുക്കിവിടെ ധാർമ്മികമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് കേരള നിയമസഭയ്ക്കകത്ത് അവർ ഇരിക്കുന്നു. ആരെ സഹായിക്കാൻ? മുഖ്യമന്ത്രിയെ സഹായിക്കാൻ. എന്നാൽ കേരളത്തിലെ ജനപക്ഷത്തു നിന്നുകൊണ്ട് ഓരോ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങളുടെ കൂടെ നിന്ന് വലിയ പോരാട്ടങ്ങൾ നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് സാധിക്കട്ടെ എന്ന്
പറഞ്ഞുകൊണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ 300-ലധികം വരുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ അത് ആലപ്പുഴയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓരോ ബൂത്ത് കമ്മിറ്റികൾക്കും സജ്ജമാകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നതിനും കണ്ടതിനും സ്വീകരിച്ചതിനും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇവിടെ കടക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അടുത്തതായി നേരത്തെ സഹോദരി സൂചിപ്പിച്ചതുപോലെ ദേശീയതയിലേക്ക് എത്തിയ ഓരോ ആൾക്കാരുടെ പേരിലൂടെ വിളിക്കുന്ന അനുസരിച്ച് സ്റ്റേജിലേക്ക് വന്ന് ശോഭിച്ചിയുടെ കയ്യിൽ നിന്ന് ഷോൾ സ്വീകരിച്ച് നമ്മുടെ പാർട്ടി അംഗത്വം സ്വീകരിക്കാൻ ഓരോ ആൾക്കാരുടെ പേര് വിളിക്കുന്ന അനുസരിച്ച് ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കാണും. ആദ്യമായി കോൺഗ്രസ് ആര്യാട് മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സനൽകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി കോൺഗ്രസിന്റെ മാരാരിക്കുളം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ സണ്ണി ജോസഫ്, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അടുത്തതായി കോൺഗ്രസിന്റെ ആര്യാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമാൻ KP ജോസഫ് കാരിക്കുഴി, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി കോൺഗ്രസിന്റെ ആര്യാട് മണ്ഡലം സെക്രട്ടറി ശ്രീ സജികുമാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ബിനീഷിനെ ക്ഷണിക്കുന്നു. അടുത്തതായി രമ്യ വെളിമ്പറമ്പ്, ഷാരിമോൾ കൊല്ലാപറമ്പ്, മായ കാട്ടുങ്കൽ, ശ്രീ സുമേഷ്, ശ്രീ വിനോദ്, ശ്രീ ശ്യാംകുമാർ പുഷ്പാലയം, വിസ്മയ വിവേക് കാർത്തിക, സനൽ കൊച്ചുപറമ്പ്, അഞ്ജലി മനേഷ്, ആര്യ ശരത് ഒളവപ്പറമ്പ്, ശരത് ഒളവപ്പറമ്പ്, ശ്രീ KM ബെന്നു, ശ്രീ സുരേഷ് കുമാർ, അജീഷ് അഖിൽ നിവാസ്, ശ്രീ അനിത, ശ്രീ സുധ, ഷാരി, ശ്രീമതി രജനി, KM ബെന്നു,
ശ്രീ രണദേവ്, പതിമൂന്നാം വാർഡിൽ നിന്നും ശ്രീ ഷാജി, ഗ്രാമോർമ്മയിൽ നിന്നുള്ള ശ്രീ ഷാജി ചേട്ടൻ, അർജുൻ നന്ദനം, ശ്രീ